എൻ്റെ ഫോട്ടോയുടെ മേലിൽ മുജാഹിദുകൾ ഈ ക്രോസ് ബാർ വരച്ചിരിക്കണം എന്തിനാണെന്നറിയോ? വമയ്യദു മഅല്ലാഹി ഇലാഹൻ ആഖറ എന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ ആയത്തിന് മുജാഹിദ് പണ്ഡിതനായ മാലിക് സലഫി തെറ്റായി അർത്ഥം വെച്ചു. അതായത് ഇലാഹി എന്ന വാക്കിന് ആരോട് തേടിയാലും എന്നുള്ളൊരു അർത്ഥമാണ് മൂപ്പര് വെച്ചത്. അത് ഞാൻ പിടികൂടിയതിന്റെ പേരിലാണ് ഈ ക്രോസ് ബാർ വരച്ചിരിക്കുന്നത്. എന്തിനേറെ പറയണം, ഇവരുടെ പരിഭാഷയിൽ പോലും ഇവിടെ ഇലാഹി എന്ന പദത്തിന് ദൈവം എന്നും മറ്റൊരു ഇലാഹ് എന്നും ഒക്കെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ആ അർത്ഥം കൃത്യമായി പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ മേലിൽ ഈ ക്രോസ് ബാർ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അശ്വരികളുടെ വാദപ്രകാരം ഒരാൾ ഇലാഹാകണമെങ്കിൽ, അതായത് ഒരാളോട് ചോദിക്കുന്ന ചോദ്യം അത് ആയാൽ മാത്രമേ അയാൾ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ. അപ്പോൾ ഇലാഹ ആകണമെങ്കിൽ എന്താ നിബന്ധന എന്നാണ്. അപ്പോൾ അയാൾ അത് സ്വയം ഉണ്ടാക്കി തരുന്നു, അയാൾ അത് സ്വയം സൃഷ്ടിക്കുന്നു, അയാൾ റബ്ബാണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ എന്നാണ്. അങ്ങനെ നോക്കണമെങ്കിൽ ദുനിയാവിൽ ചുരുക്ക് എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ മക്ക മുശ്രിക്കുകൾ വരെ ചുരുക്ക് ചെയ്തിട്ടില്ലാന്ന് പറയേണ്ടി വരും. നോക്കൂ, നമ്മൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നോ? ഇല്ല. നമ്മൾ പറയാത്ത കാര്യം നമ്മളെ പേരിൽ ഇദ്ദേഹം വെച്ച് കിട്ടുകയാണ്. മാത്രമല്ല, അയാൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇലാഹാണെന്ന് വിശ്വാസമാകണം എന്നുണ്ടെങ്കിൽ എന്താകണം? ഖാലിഖാണെന്ന് വിശ്വാസമാകണമെന്ന്. അങ്ങനെ ഞങ്ങൾ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എപ്പോഴാണ് സഹോദരൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇലാഹ് എന്നതിനെ മാറ്റിയിട്ട് ഖാലിഖാക്കി മാറ്റിയത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. കാരണം നിങ്ങൾ ഏതൊക്കെ ആയത്ത് ഓതിയാലും ആ ആയത്തിൽ മുഴുവനുമുള്ളത് എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ ഇലാഹുകളാക്കി എന്നത് കൃത്യമായി നിങ്ങൾക്കറിയാം. ആ പോയിന്റിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്താക്കിയത്? അത് മാറ്റിയിട്ട് ഖാലിഖാണെന്ന വിശ്വാസത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ആദ്യം മുതൽ അവസാനം വരെ മുജാഹിദുകൾ ഈ പരിപാടിയിൽ പറഞ്ഞതൊക്കെ ഖാലിഖുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇലാഹ് എന്ന വിഷയം അവർ തൊട്ടിട്ടില്ല. കാരണം ഇലാഹിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നല്ലോണം അറിയാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ അള്ളാഹു കൃത്യമായി പറഞ്ഞു, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. അവര് ആലിഹത്തുകളാക്കി, ഇലാഹുകളാക്കി, ദൈവങ്ങളെയാക്കി. മക്കയിലെ മുശ്രിക്കുകൾ ആരോടൊക്കെ തേടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരുടെ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസത്തിനെതിരായി അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് തുലനപ്പെടുത്താൻ ഒരിക്കലും മക്ക മുശ്രിക്കുകളെ സാധ്യമല്ല. ഇവിടെ ഇലാഹ് എന്നുള്ള പദപ്രയോഗം വിട്ടു എന്നാണ് പറഞ്ഞത്. ആരെ വിളിച്ചാലും എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധത്തിന് അതീതമായിക്കൊണ്ട് ആരെ വിളിച്ചാലും ആ വിളിക്കണോട് കൂടി തന്നെ അവിടെ അയാൾ ഇലാഹ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇലാഹ് എന്ന് പ്രത്യേകം നമ്മളവിടെ പറയേണ്ട ആവശ്യമില്ല. വമയ്യദു മഅല്ലാഹി ഇലാഹൻ ആഖറ എന്ന് പറഞ്ഞ ആയത്തിന്റെ ഏത് തഫ്സീറിലാണ് നിങ്ങൾ പറഞ്ഞ ഈ കാര്യകാരണ ബന്ധം പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ആ തഫ്സീർ ഒന്ന് വായിക്കൂ. ഇതൊക്കെ നിങ്ങളുടെ സ്വയം സൃഷ്ടികളാണ്. അല്ലാതെ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ള തേട്ടത്തിന് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ, അതിൻ്റെ ഉള്ളിലുള്ളത് പ്രശ്നമല്ല. ഇങ്ങനെയുള്ളൊരു പരാമർശമേ പരിശുദ്ധ ഖുർആനിലോ അതല്ലെങ്കിൽ ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ എവിടെയുമില്ല. സൂറത്തു ലുഖ്മാനിൽ പറയുന്നത് കാണാൻ പറ്റും. വല ഇൻ സഅൽതുഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന അല്ലാഹ്. മക്ക മുശ്രിക്കുകളോട് ചോദിക്കാൻ പറയും നബിയോട്. എന്താ പറഞ്ഞത്? വല ഇൻ സഅൽതുഹും, അങ്ങ് നബിയെ വല ഇൻ സഅൽതുഹും, നീ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരാണ്? ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹു, അല്ലാഹു ആണ്. അപ്പോൾ ആകാശഭൂമികളുടെ ഖാലിഖ് അല്ലാഹു ആണെന്ന വിശ്വാസം ആർക്കുണ്ട്? മക്ക മുശ്രിക്കുകൾക്കുണ്ട്. അല്ല ഇബ്രാഹിം നബി ഖാലിഖാണെന്നുള്ള വിശ്വാസം കൊണ്ടല്ല ഇബ്രാഹിം നബിയോട് വരുന്നത്. ഇസ്മായിൽ നബി ഖാലിഖാണെന്ന വിശ്വാസത്തോടെയല്ല വരുന്നത്. എന്നിട്ടും ആ പ്രാർത്ഥനയെ അള്ളാഹു ശിർക്കായി കൊണ്ട് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. നേരത്തെ ഇലാഹ് എന്ന പദത്തെ മാറ്റിമറിച്ച് ഖാലിഖിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? ഈ ആയത്തൊക്കെ ഓതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മക്ക മുശ്രിക്കുകളോട് ആരാണ് ആകാശം പടച്ചത്, ഭൂമി പടച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെന്ത് പറയും? അള്ളാഹു എന്ന് പറയും. ഓക്കെ, പറഞ്ഞോട്ടെ. നമുക്ക് ആർക്കപ്പോൾ എതിരഭിപ്രായം ഉണ്ടോ? നമ്മൾ ആരെങ്കിലും പറഞ്ഞോ മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ പറയില്ല എന്ന്? അപ്പോഴും അവരുടെ വിശ്വാസം എന്താണ്? അവരാരാധിക്കുന്ന ബിംബങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇബ്രാഹിം നബി മറ്റാരോടൊക്കെ അവർ തേടിയിട്ടുണ്ടോ അവരൊക്കെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ്? അവകളൊക്കെ ദൈവങ്ങളാണ്, ഇലാഹുകളാണ് എന്നാണ്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് സുന്നികളായ ഞങ്ങളെ അവരോട് സമീകരിക്കാൻ കഴിയും? നിങ്ങൾ ആ വിഷയം പിന്നെ പറയുന്നേ ഇല്ല. പിന്നെ ഇലാഹ് നിങ്ങൾ വിട്ട് ഖാലിഖിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഖാലിഖ് എന്നുള്ള വിഷയത്തിൽ ഒരു ചർച്ചയെ നമ്മൾ നടത്തിയിട്ടില്ല. ഇതേപോലെ തന്നെ സൂറത്ത് സുമറിൽ അല്ലാഹ് പറയുന്നു, വല ഇൻ സഅൽതുഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ് ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്. അടുത്ത ചോദ്യം, ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക, അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്. ഇവരെ അർത്ഥ പ്രകാരം ഈ മൗലവി പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് പേച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ തോൽക്കാന്ന് എങ്ങനെ പറയാം? ഇസ്തിഗാസത്താന്നല്ലേ പറയണ്ടേ? കാരണം എന്താ വെച്ചാൽ ഖാലിഖാണെന്നുള്ള വിശ്വാസം അള്ളാഹ് ഖാലിഖ്, അള്ളാഹ് ഖാലിഖായിരിക്കും. എങ്ങനെയാണ് അള്ളാഹ്ക്ക് പുറമെയുള്ള ആളോട് പ്രാർത്ഥിക്കാന്ന് ഇവരെ കുറിച്ച് അള്ളാഹ് പ്രയോഗിക്കുക? കാരണം ഈ മുസ്ലിയാർ പറഞ്ഞ കണക്കിനും അല്ലെങ്കിൽ അശ്അരികൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ആയത്തിന്റെ തെറ്റാണ്.
നമ്മൾ ആയത്തന്നെ തെറ്റായി മനസ്സിലാക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനാണ് ആൾ വീണ്ടും ആയത്ത് ഓതിയത്. നോക്കൂ, നമ്മൾ ആരെങ്കിലും ഈ മക്കയിലെ മുശ്രിക്കുകൾ ഖാലിക്കാണെന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയെ നമ്മൾ നടത്തിയിട്ടുണ്ടോ? നമ്മൾ നടത്തിയിട്ടില്ല. നമ്മൾ പറയണത് എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടുകയും സഹായം തേടുകയും ഒക്കെ ചെയ്ത സമയത്ത് അവരുടെ വിശ്വാസം അവകൾ ഇലാഹുകളായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അത് ഷിർക്കാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ ആയത്തിലും നേരത്തെ ഓതിയ ആയത്തിലും ഒക്കെ അവർ തേടുന്ന സമയത്ത് എന്താണ് വിശ്വാസം? ഇലാഹാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അത് ഷിർക്കായി എന്ന് പറഞ്ഞതിനെ മാറ്റിയിട്ട് പിന്നെ ഒരു ഖാലിക്ക് 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 എന്ന് എത്രയോ പ്രാവശ്യം അത് മാറ്റിമറിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? സഹോദരന്മാരെ, നിങ്ങൾക്ക് തന്നെ സത്യം അറിയാം, മക്കയിലെ മുശ്രിക്കുകൾ ഇലാഹുകളാണെന്ന വിശ്വാസത്തോടു കൂടിയാണ് തേടിയത്. പിന്നെ അവരെ ഖാലിക്കാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ ഖാലിക്കാണെന്ന് വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നു മാത്രം. ഇനിയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്ത ഒരാളെ കുറിച്ച് ഖാലിക്ക് എന്നെങ്ങാനും വിശ്വസിച്ച് കഴിഞ്ഞാൽ അതും ഷിർക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുള്ളത് അള്ളാഹു അല്ലാത്ത ആളുകളെ ഇലാഹുകളാക്കി, ഇലാഹുകളാണ്, ഇലാഹിലെന്നൊക്കെതിരെ വിശ്വസിച്ചു എന്നാണ്. മൊത്തത്തിൽ ഇവിടെ സംഭവിച്ചത്, നമ്മൾ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. മുജാഹിദുകൾ, വഹാബികൾ, മൗലവിമാരോടൊക്കെ ചോദിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. മക്കയിലെ മുശ്രിക്കുകളോട് സുന്നികളെ നിങ്ങൾ സമീകരിക്കുന്ന സമയത്ത് സുന്നികളായ ആളുകൾ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് വിശ്വസിക്കുകയും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അള്ളാഹുവിന്റെ അടിമകളാണ് എന്നും അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാൻ ഇവർ കാരണക്കാരാണ് എന്നുമാണ് വിശ്വസിക്കുന്നത്. ഇതുപോലെയാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് നിങ്ങൾ വരുത്തി തീർക്കുമ്പോൾ ആദ്യം നിങ്ങൾ കാണിക്കേണ്ടത് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് വിശ്വസിച്ചു എന്ന് നിങ്ങൾ കാണിക്കണം. അത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ സുന്നികളെ മക്ക മുശ്രിക്കുകളോട് സമീകരിക്കാൻ കഴിയില്ല. അവർ ഒരുപാട് തേട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്തിഗാസയോ സഹായതട്ടോ പ്രാർത്ഥന എന്ത് നിങ്ങൾ പേരിട്ടാലും ആ തേടുന്ന സമയത്തൊക്കെ ആ തേടപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് അവരുടെ വിശ്വാസം ഇത് ഇലാഹുകളാണ് എന്നാണ്. ഇനി ഖാലിക്കിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ മാറ്റിമറിച്ചിട്ട് നിങ്ങൾ അണികളെ പിടിച്ചു നിർത്താൻ നിങ്ങൾ നോക്കണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ അപകടങ്ങളിലായിരിക്കും ഇവരെ പിൻപറ്റിക്കഴിഞ്ഞാൽ ചെന്നുപെടേണ്ടത്. എത്ര വലിയ രീതിയിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ ഈ വലിയ മൗലവിമാർ ഇരുന്നു കൊണ്ട് 3 ആൾ കൂടി ഇരുന്നു കൊണ്ട് മാറ്റിമറിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു കാക്കട്ടെ.